ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ റിലീസിന് ശേഷം വിജയുടെ അടുത്ത സിനിമ തളപതി 69 അപ്ഡേറ്റ് വരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. ഇപ്പോഴത്തെ ഗോട്ട് റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുകയാണ്. തളപതി 69 കുറിച്ചുള്ള ഏറ്റവും പുതിയ റൂമറുകൾ കഴിഞ്ഞ് 24-48 മണിക്കൂറുകളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. എച്ച് വിനോദ് സംവിധാനം ചെയ്ത അനിരുദ്ധ സംഗീതം നൽകി വിജയ് നായകനെത്തുന്ന സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസം തന്നെ വരുമെന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അവസാനം ഇന്ന് ദുൽഖറിന്റെ നിർമ്മാണ കമ്പനി നിർമ്മിച്ചു വരാനിരിക്കുന്ന അടുത്ത സിനിമയുടെ പൂജ ചടങ്ങും ഒപ്പം തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനവും ഇന്ന് വന്നിരിക്കുകയാണ്. കല്യാണി പ്രിയദർശൻ, നെസ്ലൻ എന്നിവരെ പ്രധാന റോളുകളിൽ എത്തിച്ച് ദുൽഖർ നിർമ്മിക്കുന്ന സിനിമയുടെ പൂജയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. അജിത്തിന്റെ അടുത്ത വരാനിരിക്കുന്ന വമ്പൻ സിനിമകളിലൊന്നാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. നേരത്തെ 2025 പൊങ്കൽ റിലീസായിട്ട് ജനുവരി മാസം തിയേറ്റർ റിലീസ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ച സിനിമ ഇപ്പോഴത്തെ 2025 മെയ് 1 തീയതിയിലേക്ക് റിലീസ് മാറ്റാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു അപ്ഡേറ്റാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. മെയ് 1 തീയതി അജിത്തിന്റെ ജന്മദിനം പ്രമാണിച്ചായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. 3 മലയാളം സിനിമകളുടെ TRP റേറ്റിംഗ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. നടന്ന സംഭവം ബിജു മേനോൻ, സുരാജ് കൊമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തി. പിന്നീട് OTT റിലീസ് ചെയ്ത് ഒരാഴ്ച മുന്നേ മഴവിൽ മനോരമ ചാനലിൽ സംപ്രേഷണം ചെയ്ത സിനിമയാണ്. 3.85 എന്ന മികച്ചൊരു TRP സിനിമ മഴവിൽ മനോരമ ചാനലിൽ ആദ്യ ടെലിവിഷൻ പ്രീമിയറിൽ നേടിയെടുത്തിരിക്കുകയാണ്. ബിജു മേനോന്റെ ഈ വർഷത്തിലെ മറ്റൊരു സിനിമ തൊണ്ട് ഏകദേശം ഒരാഴ്ച മുന്നേ ഏഷ്യാനെറ്റ് മൂവീസിൽ ആദ്യമായിട്ട് ടെലിവിഷൻ പ്രീമിയർ ചെയ്തിരുന്നു. 2.49 TRP സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മലയാളത്തിൽ ഈ വർഷത്തിലെ വൻ താരനിര ഭാഗമായ വമ്പൻ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. വിനീത് സംവിധാനം ചെയ്ത പ്രണവ്, ധ്യാൻ, കല്യാണി, നിവിൻ പോളി തുടങ്ങി വലിയ താരനിര ഭാഗമായ സിനിമ ആദ്യ ടെലിവിഷൻ പ്രീമിയറിൽ 4.34 TRP ആണ് നേടിയെടുത്തിരിക്കുന്നത്. ഏഷ്യാനെറ്റിലാണ് സിനിമ സംപ്രേഷണം ചെയ്തത്. മലയാളത്തിലെ അടുത്ത ത്രില്ലർ സിനിമകളിൽ ഒന്നാണ് ID ദി ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ നായകനെ എത്തുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ആയിരിക്കുകയാണ്. സിനിമ ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അത് പ്രകാരം നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ ഈ ആഴ്ച സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിക്കുകയാണ്. ഇന്ത്യയിലായിരിക്കില്ല സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം നടക്കുക, മറിച്ച് വിദേശത്ത് അബുദാബിയിലായിരിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഗുജറാത്തിലടക്കം ഒന്നിലധികം ലൊക്കേഷനുകളിലെല്ലാം തന്നെ ചിത്രീകരിക്കാനുള്ള L2 എമ്പുരാൻ അടുത്ത വർഷം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.